കടക്കേരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭൻ സൈക്കോ കില്ലർ സെബാസ്റ്റ്യൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സ്ത്രീകളിൽ ഒരാൾ. കൊന്ന് കുഴിച്ചുമൂടി മാസങ്ങൾക്ക് ശേഷം മൃതദേഹം പുറത്തെടുത്ത് കഷണങ്ങളാക്കി കത്തിച്ച ആഴമേറിയ ക്രൂരതയുടെ നടുക്കുന്ന വിവരങ്ങൾ പുറത്തുവന്ന ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ ആദ്യ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു പോലീസ്. ഏറെ പണിപ്പെട്ട് അങ്ങേയറ്റം ശ്രമകരമായി തെളിവുകൾ ശേഖരിച്ചാണ് പോലീസ് അന്വേഷണം പൂർത്തിയാക്കിയത്. മറ്റ് 2 കൊലക്കേസുകളിൽ കൂടി വൈകാതെ തന്നെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയുടെ തിരോധാന കേസിന്റെ അന്വേഷണമാണ് സൈക്കോ കില്ലർ CM സെബാസ്റ്റ്യനെ കുടുക്കിയത്. ധ്യാനകേന്ദ്രത്തിൽ വെച്ച് പരിചയപ്പെട്ട ജൈനമ്മയെ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കത്തിച്ചു കളഞ്ഞുവെന്നാണ് കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ഈ കേസിന്റെ ചോദ്യം ചെയ്യലിനിടെ കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭനെയും സമാനമായ രീതിയിൽ കൊന്നുവെന്ന് സെബാസ്റ്റ്യൻ വെളിപ്പെടുത്തി. തുടർന്ന് ഈ കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ച് വീണ്ടും അന്വേഷിക്കുകയായിരുന്നു. 2006 ബിന്ദു പത്മനാഭനെ കാണാതാകുന്നത്. പക്ഷേ കുടുംബവുമായി അകന്നു കഴിയുകയായിരുന്ന യുവതിയെ കാണാനില്ലെന്ന് കാട്ടി 10 വർഷത്തിന് ശേഷമാണ് വിദേശത്ത് സ്ഥിരതാമസമാക്കിയ സഹോദരൻ പരാതി നൽകുന്നത്. ആദ്യം പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും കേസ് അന്വേഷിച്ചു. വ്യാജരേഖ ചമച്ച് ബിന്ദുവിന്റെ പേരിലുണ്ടായിരുന്ന കോടികൾ വിലയുള്ള സ്വത്തുക്കൾ സെബാസ്റ്റ്യനും സുഹൃത്തുക്കളും ചേർന്ന് വിറ്റെന്ന് കണ്ടെത്തി. പക്ഷേ ബിന്ദുവിന് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താനായില്ല. അതിനുത്തരമാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം ചേർത്തല കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം. ബിന്ദുവിനെയും സെബാസ്റ്റ്യൻ കൊന്നു കുഴിച്ചുമൂടി. മാസങ്ങൾക്ക് ശേഷം മൃതദേഹം പുറത്തെടുത്ത് പല കഷ്ണങ്ങളാക്കി കത്തിച്ചു. ചാരം കായൽ ഉപേക്ഷിച്ചു എന്നാണ് കുറ്റപത്രം. കൊലപാതക കേസിനൊപ്പം ബിന്ദുവിന്റെ സ്വത്തുക്കൾ വ്യാജരേഖ ചമച്ച് വിറ്റതിന്റെയും കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. 2012 മെയ്യിൽ കാണാതായ ചേർത്തല സ്വദേശിനിയും മുൻ സർക്കാർ ജീവനക്കാരിയുമായ ഐഷയെയും സെബാസ്റ്റ്യൻ കൊന്നു കുഴിച്ചുമൂടിയെന്നാണ് ചേർത്തല പോലീസിന്റെ കണ്ടെത്തൽ. എന്നാൽ ഈ കേസിൽ കാര്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് നേരത്തെ ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങളുടെയും മറ്റും DNA പരിശോധനാ ഫലം വൈകുന്നതും അന്വേഷണത്തിന് തിരിച്ചടിയാണ്. നിലവിൽ വിയ്യൂർ ജയിലിലാണ് സെബാസ്റ്റ്യൻ ഉള്ളത്. കൊലപാതകിയുടെ 3ാമത്തെ ജാമ്യാപേക്ഷയും കഴിഞ്ഞ ദിവസം കോടതി തള്ളി. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.